ചില സമയത്ത് നമുക്ക് ഒരുപാടും ദേഷ്യം വന്നാലും നമ്മൾ എന്താ പറയുക, ആ ദേഷ്യത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇപ്പം ശപിക്കുകയാണെങ്കിലും പ്രാഗ് എന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും പെട്ടെന്ന് നമ്മൾ ഒരാളെ എന്താ പറയുക ശപിക്കാൻ പാടില്ല. കാരണം ചില സമയത്ത് നമ്മൾ തന്നെ എന്തെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും പൈസ എവിടെയെങ്കിലൊക്കെ വെച്ച് മറന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷെ നമ്മൾ ആ ദേഷ്യത്തിൽ ആരെങ്കിലൊക്കെ എടുത്തുന്നുള്ള ആ ഒരു കോൺസെപ്റ്റോട് നമ്മൾ പേര് പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ അവരെ മൈൻഡ് വെച്ചിട്ടായിരിക്കും അവർക്ക് അങ്ങനെ കിട്ടണേ, അവർക്ക് ഇങ്ങനെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ശപിക്കും. പക്ഷെ അത് പിന്നെ കുറെ കഴിഞ്ഞാൽ അവർക്ക് തന്നെ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ മനസ്സിലാക്കി എൻ്റെ തെറ്റിന്. പക്ഷെ പറഞ്ഞത് പറഞ്ഞുപോയി. കാരണം ആ ശപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒക്കെ പേരൊക്കെ വെച്ചിട്ട് മനസ്സൊരുക്കി അത് ഏൽക്കും. പക്ഷെ അത് നിങ്ങൾ തന്നെയാണ് അത് എടുത്ത് വെച്ചതുണ്ടെങ്കിൽ അതെന്താവും, കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഏൽക്കും. മണ്ണൊക്കെ ഭയങ്കര ഇരുട്ടാവും, നമുക്കൊന്നും കാണാൻ പറ്റില്ല, എന്തോ മങ്ങൽ പോലെയാവും, ഭയങ്കര ക്ഷീണം, ഭയങ്കര കിടക്കണം അങ്ങനത്തെ ഒരു ഫീല് വരും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അപ്പോൾ വേഗം പോയി കിടക്കും, ഭയങ്കര തലച്ചുറ്റിലൊക്കെ പോലെ, പിന്നെ കിടന്നിട്ട് പിന്നെ പ്രാർത്ഥിക്കും, ദൈവമേ രക്ഷിക്കണം. അങ്ങനെ പിന്നെ ദൈവം പിന്നെ അത് കുറേ നമ്മളെ പ്രാർത്ഥന കേട്ടത് മാറ്റി തരും. അതുകൊണ്ട് എടുത്ത് ചാടി നമ്മൾ ആരും ശപിക്കാൻ പാടില്ല.